മെട്രിക്സിൻ്റെ പാർട്ട് 5 ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എക്സസൈസ് 3.2 വരെ ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സസൈസ് 3.2 കഴിഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഓക്കെ, വേറൊന്നുമില്ല, ഇൻ്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് അത്രയും എഴുതിയാൽ മതി. അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നോക്കേ, ഇതിൽ ഫസ്റ്റ് റോ എന്തുവാ 1 2 3, അതെടുത്തിട്ട് അടുത്ത മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം ആക്കി താഴോട്ട് എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആയി. ഇപ്പോൾ 4 5 6 ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ആണ്, അതെടുത്ത് രണ്ടാമത്തെ കോളം ആക്കി എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആയി. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു മെട്രിക്സസ് എ, അതിൻ്റെ ട്രാൻസ്പോസിനെയാണ് മേളിൽ നമ്മളിങ്ങനെ ഒരു വര ഇട്ടേക്കുന്നത്, എ എഴുതിയിട്ട് മേളിലൊരു വര ഇട്ടേക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എ ട്രാൻസ്പോസസ്, അല്ലെങ്കിൽ മേളിലൊരു ടി ഇട്ടാലും മതി. ഓക്കെ, അതായിരിക്കും എളുപ്പം, ടി ഇടുന്നത് എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ICC സിലബസിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പമായിരിക്കും, കാര്യം അവരിത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് 10th. ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക, ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു മെട്രിക്സ് ആണോ അതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇതിൻ്റെ ഫസ്റ്റ് റോ എടുത്ത് ഇതിൻ്റെ ഫസ്റ്റ് കോളം ആക്കണം, ഇതിൻ്റെ സെക്കൻഡ് റോ എടുത്ത് ഇതിൻ്റെ എന്താക്കണം, സെക്കൻഡ് കോളം ആക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ എളുപ്പമാണ് ട്രാൻസ്പോസ്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ ഈ ഒരു കുറേ പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ, അതായത് എ ട്രാൻസ്പോസ് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് തന്നെ കിട്ടും, എ തന്നെ കിട്ടും. പിന്നെ കെ എ ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അതൊക്കെ നമുക്ക് നോക്കാം, വേർ കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ഇത് നോക്കാം, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർട്ടീസ് മനസ്സിലുണ്ടായിരുന്നേ പറ്റുള്ളൂ. എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ, കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ല, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് എത്ര ബി ട്രാൻസ്പോസ്. പിന്നെന്താണ്, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, എന്തോ ഒരു വെരിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ അത്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എക്സാമ്പിൾസ് ആണെന്നല്ല, പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ 20 ആണെന്ന് തോന്നുന്നത്. അത് തന്നെ, എക്സാമ്പിൾ 20 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണ്. ഇഫ് എ ഇസ് ഈക്വൽ ടു ഒരു മെട്രിക്സ്, ബി ഇസ് ഈക്വൽ ടു മറ്റൊരു മെട്രിക്സ്, വെരിഫൈ ദാറ്റ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. ഓക്കെ, അത് തന്നെ. അപ്പോൾ എ ഉണ്ട്, അപ്പം നമുക്ക് ആദ്യം എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എടുക്കാം. അപ്പോൾ എ എഴുതി, എ എന്നുള്ള മെട്രിക്സ് എഴുതി, അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ല, ഈ മെട്രിക്സിനെ എടുത്ത് തിരിച്ചെഴുതിയാൽ മതി. ഇതിൻ്റെ റോ എടുത്ത് താഴോട്ട് എഴുതണം, ഇതിൻ്റെ റോ എടുത്ത് തിരിച്ച് താഴോട്ട് എഴുതണം. അപ്പോൾ എ ട്രാൻസ്പോസ് ആയി. ഇനി ഈ എ ട്രാൻസ്പോസിൻ്റെ എന്തെടുക്കണം, വീണ്ടും ട്രാൻസ്പോസ് എടുക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും നോക്കി, ഈ മെട്രിക്സിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ തിരിക്കണം, ഈ 3 4 എടുത്ത് നമ്മളിങ്ങനെ എഴുതണം, താഴോട്ട് 3 4. ഇതിനെ √3 2 നമ്മൾ തിരിച്ച് താഴോട്ട് എഴുതണം, √3 2. അടുത്ത റോ ഇതിനെ 2 0 അടുത്ത താഴോട്ട് എഴുതണം, 2 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയായി, നമ്മൾ എ തന്നെ ആയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് എയുടെ ട്രാൻസ്പോസ് എടുത്തതിന് ശേഷം വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ എന്ത് തന്നെ കിട്ടും, എ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ അത് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം അതിന് എ പ്ലസ് ബി കാണണം, എന്നിട്ട് ഹോൾ ട്രാൻസ്പോസ് എടുക്കാൻ പറ്റും. അപ്പോൾ എയും ബിയും ഒക്കെ ഇവിടെ ഉണ്ട്, കണ്ടല്ലോ, എയും ബിയും ഉണ്ട്. അതൊക്കെ എഴുതി വെച്ചേക്കാം ബുക്കിലോട്ട്, ഞാൻ ഈ പേജ് മാറ്റുവാണ്. സോ അപ്പോൾ നമ്മുടെ എ ഉണ്ട്, ബി ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിച്ചു, എ പ്ലസ് ബിയുടെ ട്രാൻസ്പോസ് എടുക്കണം, അതാണ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ എടുത്ത് തിരിച്ചെഴുതണം, അതാ തിരിച്ചെഴുതി, ഇതിനെ എടുത്ത് അങ്ങോട്ട് എഴുതണം, തിരിച്ചെഴുതണം, തീർന്നു. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എ ട്രാൻസ്പോസ്, എയുടെ ട്രാൻസ്പോസ് സെപ്പറേറ്റും ബിയുടെ ട്രാൻസ്പോസ് സെപ്പറേറ്റും കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഈ സെയിം സാധനം കിട്ടി. ഏത് സെയിം സാധനം കിട്ടി, ഇത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്, ഇക്വേഷൻ നമ്പർ 1. ഇത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്, അത് ഇക്വേഷൻ നമ്പർ 2. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് എന്താണ്, ബി ട്രാൻസ്പോസ് ആണ്. അതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നമുക്ക് എന്തോ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ നോട്ട്സ് ഞാൻ അയച്ചിട്ടുണ്ട്, അപ്പോൾ ആദ്യം നോട്ട്സ് എഴുതിയതിന് ശേഷം ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ്, കെ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് കെ ബി, അപ്പം ആദ്യം കെ ബി എന്ന് പറയുമ്പം കെ ബി കണ്ടുപിടിക്കണം. അപ്പോൾ ബി ഓൾറെഡി നമുക്കൊരു മെട്രിക്സ് ഉണ്ട്,
കെ ബി എന്ന് പറയുമ്പം ആ കെ ഉണ്ട് എന്ത് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയാമല്ലോ, പോളിനോമിയല്ല. മെട്രിക്സിൻ്റെ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. എല്ലാ എലമെൻറ്റ്സേയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഇതിന് ട്രാൻസ്പോസ് എടുത്തു. അപ്പോൾ കെ ബി ദ ഹോൾ ട്രാൻസ്പോസ്, അതായത് ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് എഴുതി വെച്ചു. എന്നിട്ട് നമ്മളെന്തുവാ കെ ഇൻറ്റു ബി ട്രാൻസ്പോസ് ആണോ എന്ന് നോക്കും. അപ്പോൾ കെ ഇൻറ്റു പിന്നെ ആദ്യം എന്തെടുക്കും, ബി ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ, ഇതാണ് കെ ഇൻറ്റു ബി ട്രാൻസ്പോസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതൊരു സെക്ഷൻ കെ ബി ദ ഹോൾ ട്രാൻസ്പോസ് ആണ് ഇത്. നമുക്ക് റൈറ്റ് സൈഡ് കിട്ടേണ്ടത് കെ ഇൻറ്റു ബി ട്രാൻസ്പോസ്. അപ്പോൾ കെ ഇവിടെ വെളി കിട്ടിയതിന് ശേഷം ബിയുടെ ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് രണ്ടും എന്ത് തന്നെ, ഒന്ന് തന്നെ. അങ്ങനെ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി എക്സാമ്പിൾ 21 എനിക്കൊന്ന്, അപ്പം മറ്റേത് എക്സാമ്പിൾ 20 ആയിരുന്നു. ഓക്കെ, എക്സാമ്പിൾ 20 ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് കിടപ്പുണ്ട്, അത് പേജ് നമ്പർ 83 കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ ലൈവ് സെക്ഷനിൽ വന്നിട്ട് ഡൗട്ട് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ സെയിം പേജ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് സെക്ഷനിൽ ഞാൻ ഡൗട്ട് ക്ലിയർ തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 5 എങ്ങനെ വന്നു എന്നൊക്കെ, ഇപ്പം ഈ 24 എങ്ങനെ വന്നു എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡൗട്ട് ചിലപ്പം. അതൊക്കെ ഈ സെയിം പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലൈവ് സെക്ഷനിൽ വരാനായിട്ട് ശ്രമിക്കുക. എക്സാമ്പിൾ 21. ഓക്കെ, എക്സാമ്പിൾ 21 എന്താ പറയുന്നത് വെച്ചാൽ എയും ബിയും തന്നിട്ടുണ്ട്. എ ആൻഡ് ബി ആർ ഗിവൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെരിഫൈ ദാറ്റ്, ഇത് വെരിഫൈ ചെയ്യണം. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസിക്കൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നല്ല ക്വസ്റ്റൻ ആണിത്. അപ്പം ശ്രദ്ധിക്കണം, എ ബി ദ ഹോൾ ട്രാൻസ്പോസ്, എ ആണ് ആദ്യം വരുന്നത്. അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്നാണ് വരേണ്ടത്. അതിൻ്റെ ഡിഫറൻസ് അറിയാമല്ല, ഇതിൻ്റെ ഓർഡർ മെട്രിക്സിൽ ഓർഡർ മാറുമ്പോൾ അതിൻ്റെ റിസൾട്ട് മാറും. അതുകൊണ്ട് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ആണെങ്കിൽ ബി ട്രാൻസ്പോസിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് വരും. സോറി, ഇൻ കേസ് ബി എ ദ ഹോൾ ട്രാൻസ്പോസ് ആയിരുന്നെങ്കിൽ എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്ന് വരും. അതിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്താ, ആദ്യം എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പോൾ ആദ്യം എ ബി കണ്ടുപിടിക്കണം. അതായത് എനെ ബിയുമായിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. എ ബി ഇതാ ഇവിടെ കിട്ടിയതേ ഉള്ളൂ, എ ബി ഇതാണ് എ ബി. അപ്പോൾ എ ബി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. താണ്ടെ ഇതിനെ എടുത്ത് താണ്ടെ കുത്തനെ അങ്ങോട്ട് എഴുതി വെച്ചു. ഇതിനെ എടുത്തിട്ട് വെർട്ടിക്കലി എഴുതി വെച്ചു. ഇതിനെ എടുത്ത് എഴുതി വെച്ചു. അപ്പോൾ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് കിട്ടി. ഇനി എന്ത് കിട്ടണം, ബി ട്രാൻസ്പോസ്. ഇവിടെ എൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്, ശ്രദ്ധിക്കണേ. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അത് നല്ലൊരു പണിയാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, എയുടെയും ബിയുടെയും ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എന്താണ്ട് എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസ് എങ്ങനെ ഇരിക്കുന്നതെന്നോ, എയുടെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കിടക്കുമല്ലേ. നമ്മൾ എ ട്രാൻസ്പോസ് എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് റോ, അപ്പോൾ അതെന്താണ് ഫസ്റ്റ് റോ. അപ്പോൾ ഇത് എ ട്രാൻസ്പോസ് എന്ന് എഴുതിയിട്ട് നമുക്ക് എഴുതാം. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കി. സെക്കൻഡ് റോയിൽ ഒരാളെ ഉള്ളൂ, അതിനെ സെക്കൻഡ് കോളം ആക്കി. തേർഡ് റോയിൽ ഒരാളെ ഉള്ളൂ, അതിനെ എന്താക്കി, തേർഡ് കോളം ആക്കി. ഇങ്ങനെയാണ്. അപ്പോൾ പല ആൾക്കാർക്കും തെറ്റിപ്പോവും, ഇതെങ്ങനെയാണ് റോയും കോളവും മാറ്റുന്നതെന്ന് തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ 3 റോ ഉണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എന്തേ. ഓക്കെ, ഇതിൽ 3 റോ ഉണ്ട്. ആ 3 റോയും 3 കോളം ആക്കി അങ്ങ് മാറ്റിയാൽ മതി. ആ 3 റോയിനെയും തിരിച്ചങ്ങ് കോളം ആക്കി എടുത്തിട്ടാൽ മതി. അതേസമയം ബീനെയോ, അതാണ് താണ്ട് ഇവിടെ കിട്ടിയേക്കുന്നത്. നമുക്ക് എന്ത് കിട്ടി, എ ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. ബീൻ്റെ കേസാണെങ്കിലോ, ബീൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, ബി എത്ര കോളം ഉണ്ട്, എത്ര റോ ഉണ്ട്, റോയാണ് ആദ്യം നോക്കേണ്ടത്. എത്ര റോ ഉണ്ട്, ഒരേ ഒരു റോയേ ഉള്ളൂ, അതിനെ തിരിച്ചങ്ങ് കോളം ആക്കിയാൽ മതി. അപ്പോൾ ബി ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു 1 3 - 6. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര റോ ഉണ്ടെന്ന് നോക്കും. റോയിനെ എടുത്ത് ഓരോ റോയിനെ എടുത്തങ്ങ് കോളമാക്കി മാറ്റും. ഇവിടെയെന്ന് വെച്ചാൽ 3 റോ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് 3 എണ്ണം എടുത്ത് 3 കോളമാക്കിയത്. ഇവിടെ ഒറ്റ റോയേ ഉള്ളൂ, ആ റോയിനെ തിരിച്ചങ്ങ് എടുത്തിട്ടു, തിരിച്ചെടുത്തിട്ടു. അപ്പോൾ കുറേ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് സെക്ഷനിൽ ചോദിക്കുക, കമ്പൽസറി ആയിട്ടും ചോദിക്കുക, എന്നാലും ഡൗട്ട്സ് കുറേയൊക്കെ ക്ലിയർ ആവും. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അതാണ്ട് ഇവർ പറയുന്നുണ്ട് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ബി ട്രാൻസ്പോസ് ആദ്യം എഴുതിയിട്ട് എ ട്രാൻസ്പോസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തു വെച്ചിരുന്ന എ ബി ദ ഹോൾ ട്രാൻസ്പോസ് തന്നെയാണ്. അതായത് നേരത്തെ ഇവിടെ ചെയ്തു വെച്ചിരുന്നുണ്ടോ, അതാണ്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, ഇത് ഈ ആൻസർ തന്നെയാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പം എ ബി ദ ഹോൾ ട്രാൻസ്പോസ് തന്നെയാണ് എന്താണ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടിയും ഇവിടെ പ്രൂവ് ചെയ്തു. ഏതൊക്കെയായിരുന്നു, ഇത്രയായിരുന്നു പ്രോപ്പർട്ടി, 1 2 3 4 പ്രോപ്പർട്ടി. അപ്പോൾ ആ പ്രോപ്പർട്ടി എന്തായാലും അങ്ങ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, ബോക്സ് ഇട്ട് വെക്കുക, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക ആത്മാർത്ഥമായിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയാണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം. അത് സെക്ഷനും കൂടി എടുത്തിട്ട് നമുക്ക് നിർത്താം.
അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ നോട്ട്സും കൂടി നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന നോട്ട്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട്സ് ഈ സമയത്ത് എഴുതുക, വൃത്തിയായിട്ട് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. ഏതാ ഈ എക്സാമ്പിൾ 21 എക്സാമ്പിൾ 20 എല്ലാം നല്ലപോലെ ചെയ്ത് പഠിച്ചിട്ട് മാത്രം അടുത്ത സെക്ഷനിലേക്ക് പോവാം. പക്ഷേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്കിലേക്ക് പോവാണ്. പക്ഷേ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ടോപ്പിക്ക് വരാമോ, അല്ലെങ്കിൽ മറന്നു പോകും. ടോപ്പിക് ഇതാണ്, സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിസസ്. അപ്പോൾ അത് സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കുക. സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിസസ്. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. മലയാളത്തിൽ പറഞ്ഞുതരാം. അതായത് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സ് തന്നെ വന്നാൽ സിമ്മട്രിക് മെട്രിക്സ്. അത് നോക്കേ, 2005 അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കേ. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഈ 20 എന്നുള്ളത് റോ ആണ്. 20 ഈ റോയിനെ ഞാൻ എടുക്കുക, തിരിച്ച് താഴോട്ട് എഴുതി 20. ഇനി 05 എന്നുള്ള റോ എടുക്കുക, അതിന് തിരിച്ച് താഴോട്ട് എഴുതി 05. അപ്പോഴും സെയിം സാധനം തന്നെയല്ലേ കിട്ടിയേക്കുന്നത്. അതായത് ഈ മെട്രിസസിൻ്റെ പ്രത്യേകത എന്തുവാ? ട്രാൻസ്പോസ് എടുത്താലും എന്ത് തന്നെ കിട്ടും? അത് തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ ഒരേ ഒരു ഐഡിയ ഉള്ളൂ. ട്രാൻസ്പോസ് മെട്രിസസിൻ്റെ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്മട്രിക് മെട്രിസസിൻ്റെ പ്രത്യേകത ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴികെ ബാക്കി കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഞാനൊരു കേസ് പറഞ്ഞുതരാം. ദാണ്ട് 1 2 3 ഇതാണ് ഡയഗണൽ എലമെൻറ്റ്സ്. 3x3 മെട്രിസസാണ്. അപ്പോൾ ഇവിടെ ഒരു 4 വന്നാൽ ഇവിടെ എന്ത് വരണം? 4 ആയിരിക്കണം. ഇവിടെ ഒരു 8 വന്നാൽ ഇവിടെ എന്തായിരിക്കണം? പറഞ്ഞുതരാം, അത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു മെട്രിക്സ് എടുത്തു. ഇപ്പം ഞാൻ 1 2 3 ഡയഗണൽ എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഒരു 4 വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 4 വരണം. ഇപ്പോൾ ഇവിടെ ഒരു 8 വരുവാണെങ്കിൽ എന്തുമായിരിക്കും? ഇവിടെ 8 ആയിരിക്കും. ഇവിടെ ഒരു 5 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 5. അപ്പോൾ നിങ്ങൾക്കത് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങോട്ട് ശരിയാവത്തില്ല. എന്നാലും ശ്രദ്ധിക്കുക, ഈ ഡയഗണൽ എലമെൻറ്റ്സ് അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരിങ്ങനെ നോക്കാം. എന്താ നോക്കേ, ഇവർ രണ്ടുപേരും കണക്ഷൻ, ഇവർ ഇത്ര ആൾക്കാർ എന്തായിരിക്കണം? ഒരേപോലുള്ള ആൾക്കാരായിരിക്കണം, ഒരേ സൈൻ ആയിരിക്കണം. എന്നാലേ നമുക്ക് അവരെ എന്തെന്ന് പറയാം? സിമ്മട്രിക് മെട്രിസസ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു സിമ്മട്രിക് മെട്രിസസിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ സുഖമായിട്ട് എഴുതിക്കൂടെ? ഞാൻ വേണമെങ്കിൽ ഒരു 2x2 വീണ്ടും നമുക്ക് എഴുതി കാണിച്ചു തരാം. 2x2 എങ്ങനെ എഴുതാം നമുക്ക്? ഇതിപ്പോൾ 0, ഇപ്പം 2 ഇതാണ്ട് ഈ നമ്മുടെ സെയിം എക്സാമ്പിൾ തന്നെ 2 5. അപ്പോൾ നോക്കേ, ഇവിടെ 1 ഇടുവാണെങ്കിൽ ഇവിടെ എന്തിട്ടാൽ മതി? 1 ഇട്ടാൽ മതി. അത് സിമ്മട്രിക്കാണ്. ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ എന്തിട്ട് കൊടുക്കുക? -1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2x2 ആണെങ്കിലും 3x3 ആണെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കുക. എന്നാൽ നോക്കേ, സിമ്മട്രിക് മെട്രിസസിന് മറ്റൊരു എക്സാമ്പിൾ സിമ്മട്രിക് മെട്രിസസിന് കണ്ടോ? അത് ഈ ബി എന്ന് പറഞ്ഞാൽ സിമ്മട്രിക് മെട്രിസസ്. അത് നോക്കേ, ഈ ഡയഗണൽ എലമെൻറ്റ്സ് എന്തോ ആയിക്കോട്ടെ, അത് 0 ഇട്ടേക്കുന്നുള്ളൂ, അത് പ്രശ്നമില്ല. അത് നോക്കി, ഇത് സ്ക്യൂ സിമ്മട്രിക്കാണ്. സോറി, അതവിടെ വിട്ടേരെ. അപ്പോൾ ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ. സിമ്മട്രിക് മെട്രിസസിൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോ. ഇപ്പം 1 2. അപ്പോൾ ഇവിടെയും എ ആയിരിക്കണം, ഇവിടെ എന്തായിരിക്കണം? എ ആയിരിക്കണം. അതാണ് സിമ്മട്രിക് മെട്രിസസിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങളത് നോട്ടിലത് എഴുതി വെച്ചോ. ഇനി ഇതിൻ്റെ 3x3 നോക്കുമ്പം ഇപ്പോൾ 1 2 ഞാനൊരു 3 എഴുതി. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ എ ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക? എ കൊടുക്കുക. ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക? ബി കൊടുക്കുക. ഇവിടെ സി ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക? സി. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായല്ലോ. ഇവർ തമ്മിൽ ഇത്ര ആൾക്കാർ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതാണ് സിമ്മട്രിക് മെട്രിസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി എന്താ സിമ്മട്രിക് മെട്രിസസിൻ്റെ പ്രത്യേകത? അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്തായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഓർത്തു വെക്കേണ്ട ഒരു കേസ്, സിമ്മട്രിക് മെട്രിസസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരേണ്ടത് എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ, അല്ലാതെ ഈ വക കാര്യങ്ങളൊന്നുമല്ല. ഏറ്റവും ആദ്യം മനസ്സിൽ ഓർമ്മ വരേണ്ടത് എന്താണ്? സിമ്മട്രിക് മെട്രിസസ് ഇസിക്കൽ ടു എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ എന്ന് വെച്ചാൽ എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടണം? എ തന്നെ കിട്ടണം. അപ്പം പിന്നെ രണ്ടാമത് മനസ്സിൽ വരേണ്ടത് അത് എങ്ങനെയുള്ള മെട്രിക്സ് ആയിരിക്കും എ ട്രാൻസ്പോസ് എ കിട്ടുന്നത്? അപ്പോൾ സാറ് പറഞ്ഞെന്ന് ഓർമ്മയുണ്ട്, ഡയഗണൽ എലമെൻറ്റ്സ് ഒഴികെ ഈ ഒരു ലൈനിൽ വരുന്ന എലമെൻറ്റ്സ്, ബാക്കി എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പോൾ ഇവർ ഡിഫറൻ്റ് ആയിക്കോട്ടെ, എയും ഈ ബിയും ബിയും, ഈ സിയും സിയും എന്തായിരിക്കണം? ഈക്വൽ ആണെങ്കിൽ അതെന്താ പറയാം? സിമ്മട്രിക് മെട്രിസസ് എന്ന് പറയാം. ഇനി അപ്പോൾ അതിൻ്റെ പ്രത്യേകത എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ
സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു -A ആയിരിക്കും. അതായത് എയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ -A കിട്ടും. അത് നെഗറ്റീവ് സൈനായി മാറും. എയുടെ നെഗറ്റീവായി മാറും എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പം സിമെട്രിക് ഓർത്ത് വെച്ചേക്കുക എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ, സ്ക്യൂ സിമെട്രിക് ഓർത്ത് വെച്ചേക്കുക എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു -A. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വളരെ ഇതായിട്ട് ഓർത്ത് വെക്കുക. അവിടെ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്തുവാ, എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ. സ്ക്യൂ സിമെട്രിക് എന്ന് പറഞ്ഞാൽ എന്തുവാ, എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു -A. അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ആ മെട്രിക്സ് കിട്ടുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതാ നോക്കിക്കേ, ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ പിള്ളേരെ. അതായത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് കമ്പൽസറി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ നോക്കി തന്നെ പറയാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രത്യേകത ഡയഗണൽ എലമെൻറ്റ്സ് കമ്പൽസറി 0 ആയിരിക്കും. പക്ഷേ സിമെട്രിക്കിന് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ ഈ ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കണ്ട ഈ നേർരേഖയിലുള്ള ഇവൻ്റെ നെഗറ്റീവ് ആയിരിക്കും ഇപ്പുറത്ത്, മനസ്സിലായോ? മുകളിലുള്ളവരുടെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും താഴെയുള്ള ആൾക്കാർ. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. തിരിച്ചും വരാം. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ മറ്റവൻ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തോ നെഗറ്റീവ്. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ ഈ നെഗറ്റീവ്, ഈ എഫ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ എഫ് എന്തായിരിക്കണം, നെഗറ്റീവ്. അങ്ങനെ വരുന്നതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. അപ്പം സ്ക്യൂ സിമെട്രിക് മെട്രിസസിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ വരച്ച് കാണിച്ചു തരാം. ഡയഗണൽ എലമെൻറ്റ്സ് എന്തോ ആയിരിക്കണം, 0 ആയിരിക്കണം, 2/2. പിന്നെ മുകളിൽ വരുന്ന ആളുടെ നെഗറ്റീവ് സൈൻ ആയിരിക്കണം താഴെ വരുന്നത്. 0 0, മേളിൽ -B, താഴെ എന്തുവാ B. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് എഴുതി വെക്കുക എക്സാമ്പിൾ ആയിട്ട്. ഇനി ഒരു 3/3 ഞാൻ വരച്ച് കാണിച്ചു തരാം. 0 0 0. ഓക്കെ. ഇനി ഇവിടെ 1 വന്നാൽ ഇവിടെ എന്ത് വരണം, -1. ഇവിടെ 3 വന്നാൽ ഇവിടെ എന്തുവാ, -3. ഇവിടെ -2 വന്നാൽ ഇവിടെ എന്ത് വരണം, 2 വരണം. മനസ്സിലായോ? ഇവർ അങ്ങനെയാണ്. അപ്പം ഒരു കേസുണ്ട്, അത് മറന്നു പോകരുത്. ഇവിടെ എല്ലാം നെഗറ്റീവ്, അവിടെ എല്ലാം പോസിറ്റീവ്, അങ്ങനെയൊന്നുമല്ല, തിരിച്ചും വരാം. എന്താ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ 2 വന്നാൽ ഇവിടെ എന്ത് വരും, -2 വരും. ഇങ്ങനെ ഈ 3 പേരുടെ കണക്ഷൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സിമെട്രിക് മെട്രിസസും സ്ക്യൂ സിമെട്രിക് മെട്രിസസും ആണ് നമ്മൾ പഠിച്ചത്. സിമെട്രിക് മെട്രിസസ് എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ഓർത്ത് നോക്കണം, എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എ. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷേ നോൺ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ ആ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ എലമെൻറ്റ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. മുകളിലും താഴെ ഉള്ളത് ഈക്വൽ ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഓരോന്നോരോന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈക്വൽ ആയിരിക്കണം. ഇനി അതിന് എക്സാമ്പിൾ നമുക്ക് എഴുതാമല്ലോ, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എക്സാമ്പിൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കണം. സിമെട്രിക് മെട്രിസസ് പഠിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ കമ്പൽസറി നമ്മൾ എഴുതി നോക്കണം. സ്ക്യൂ സിമെട്രിക് മെട്രിസസിൻ്റെ പ്രത്യേകത ഡയഗണൽ എലമെൻറ്റ്സ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ് എന്ന് വെച്ചാൽ എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എന്താണ്, -A ആണ്. എ ട്രാൻസ്പോസ് ഇസിക്കൽ ടു എന്താണ്, -A. അതായത് ഒരു മെട്രിസസിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ നെഗറ്റീവ് ആയി പോകും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതിൽ ഡയഗണൽ എലമെൻറ്റ്സ് 0 ആയിരിക്കണം. നോൺ ഡയഗണൽ എലമെൻറ്റ്സിൽ ഇങ്ങനെ നമ്മളൊരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ മുകളിലുള്ളതും താഴെയുള്ളതും ഡിഫറൻറ്റ് സൈൻസ് ആയിരിക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊരു മെട്രിസസാണ്. ഇതിൻ്റെ സ്ക്യൂ സിമെട്രിക് മെട്രിസസാണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ 0 വേണ്ട, 0 എഴുതി, E എഴുതി, F താഴെ വന്നു. ഇനി -C 0G. അപ്പോൾ എന്ത് കിട്ടും, -C 0 അവിടുത്തെ എന്താ താഴെ G. ഇനി ഈ റോ എടുക്കാം. എത്ര അത് അടുത്ത കോളോട്ട് എഴുതാം. എന്താ, -F -G 0. നോക്കിക്കേ, ഈ മെട്രിസസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ അല്ലേ, 0 0 0. ഓക്കെ, വീണ്ടും അവിടെ 0 0 വന്നു. ഇവിടെ ഈ പോസിറ്റീവ്, ഇവിടുത്തെ ഈ എന്താണ് നെഗറ്റീവ്, ഇവിടുത്തെ ഈ നെഗറ്റീവ്, ഇവിടുത്തെ ഈ എന്തുവാ പോസിറ്റീവ്, ഇവിടുത്തെ F പോസിറ്റീവ്, ഇവിടുത്തെ F എന്താ നെഗറ്റീവ്, ഇവിടുത്തെ G നെഗറ്റീവ്, ഇവിടുത്തെ G എത്ര പോസിറ്റീവ്. അതായത് സൈൻ മൊത്തം അങ്ങ് മാറിപ്പോയി. ദാറ്റ് ഈസ് ഇത് എ മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താണ്, -A, നെഗറ്റീവ് സൈനാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തരും, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അത്രയും കാര്യങ്ങൾ മതി തൽക്കാലം, അത്രയും കാര്യങ്ങൾ മതി. കാര്യം എന്ന് വെച്ചാൽ ഒരു തിയറം കൂടി ഉണ്ട്, അത് അടുത്ത സെക്ഷനകത്ത് നോക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ തന്നെ ഒരു 20 minutes ആയി, കുറേ ടോപ്പിക് ആയിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നോട്ട്സ് ഇത്ര എഴുതി വെക്കുക. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ ദാണ്ട് ഈ പഠിച്ച എക്സാമ്പിൾ 21, പിന്നെ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ഞാൻ ഇവിടം വരെ പഠിപ്പിക്കുന്നുള്ളൂ നിങ്ങളെ. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫുൾ നോട്ട്സ് എഴുതുക.
തിയറം 1 പിന്നെ ഏതാണ്ട് എക്സൈസ് 3 ആ ഒരു തിയറം കൂടി പഠിപ്പിച്ചാൽ ആ എക്സൈസ് 3.3 ഫുള്ള് ചെയ്യാം. പക്ഷേ എന്താ അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് 3.3 ചെയ്തു തുടങ്ങാം കേട്ടോ, കുറച്ചൊക്കെ ചെയ്തു തുടങ്ങാം. എന്നാലും അടുത്ത ദിവസം തന്നെ, നാളെ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ ഇടാം. അപ്പം നിങ്ങളിത് നോട്ട്സ് ഫുൾ എഴുതിക്കോ, ഈ 3.3 ഫുള്ളും അങ്ങ് എഴുതിക്കോ, 3.3യുടെ ആൻസേഴ്സ് ഫുള്ളും അങ്ങ് എഴുതി വെച്ചോ. ഓക്കെ, എന്നിട്ട് താണ്ട ഇവിടം വരെ എഴുതിയാൽ മതി. ഈ എലമെൻ്ററി ഓപ്പറേഷൻ ലാസ്റ്റ് പേജിൽ എലമെൻ്ററി ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് എഴുതണ്ട, അത് ഇവിടം വരെ എക്സാമ്പിൾ 12 ക്വസ്റ്റൻ നമ്പർ 12, അതായത് എക്സൈസ് 3.3യിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടം വരെ എഴുതുക. അപ്പോൾ ബാക്കി ടോപ്പിക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ആരും ടെൻഷൻ ആവണ്ട. നമ്മൾ പഠിപ്പിച്ച് നിർത്തുന്നത് ഇവിടെ വരെയാണ്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസിൻ്റെ ഇവിടം വരെയാണ് എന്ത് പഠിപ്പിച്ച് നിർത്തുന്നത്, 4ാമത്തെ പേജാണ്. പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ എത്ര പേജുണ്ട്? ഏകദേശം 21 പേജോളം ഉണ്ട്. പക്ഷേ എല്ലാം സിമ്പിളാട്ടോ. 21 പേജെന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ആർക്കും ബോധക്കേട് വരരുത്. കാര്യം എല്ലാ പേജിലും ചിരിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഓൾ. അപ്പം താങ്ക് യു. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇരിക്കുക, അടുത്ത ദിവസം നമുക്ക് അടുത്ത ക്ലാസ് വരും. പിന്നെ അതേ കണക്ക് തന്നെ നാളെ അപ്പം നമ്മൾ ലൈവ് സെക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ മെസ്സേജ് ഇടാം, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. ആ സമയത്ത് ലൈവ് സെക്ഷനിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ.